ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നമ്മുടെ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും അതേപോലെ തന്നെ ഞങ്ങളുടെ ഓണത്തിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഒരുപാടൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ചെറിയ രീതിയിൽ എടുത്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ വന്നിട്ട് ഒരാഴ്ച ഇങ്ങനെ കഴിഞ്ഞ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഈവൻ്റ് എല്ലാം കഴിഞ്ഞ ഒരു വീഡിയോ ആണ്. 9th സെപ്റ്റംബറിനായിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വന്നിട്ട്. അപ്പോൾ അതിൻ്റെ പിറ്റേഴ്സൊക്കെ ഇടണമെന്നൊക്കെ വിചാരിച്ചു, ഒന്നും നടന്നില്ല. കാരണം വീഡിയോ കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഇതെനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. കാരണം അന്നത്തെ ദിവസം എൽഡിന് ജോബ് ഉണ്ടായിരുന്നു, വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എൽഡിന് ആദ്യം പറഞ്ഞ് ലീവൊന്നും കിട്ടത്തില്ല, നമുക്ക് വീട്ടിൽ ചുമ്മാ കേക്ക് കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇരുന്നത്. വൈകിട്ട് വന്നപ്പോൾ എൽഡൻ വരുമ്പോൾ തന്നെ 7 മണിയൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ പിന്നെ ഇരുട്ടാവും, പിന്നെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. എൽഡന് ഭാഗ്യത്തിന് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എൽഡൻ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയി. ഞാൻ ഒന്നിനും റെഡി ആയിട്ടൊന്നും ആയിരുന്നില്ല കേട്ടോ ഇരുന്നത്. പിന്നെ വേഗം പോയി ഓടിപ്പോയി റെഡിയാക്കി, സിയാനെയും വേഗം കുളിപ്പിച്ച് റെഡിയാക്കി. അങ്ങനെ നമ്മൾ കേക്ക് മേടിക്കാൻ വന്നിട്ടോ. അപ്പോൾ കേക്ക് മേടിക്കാൻ വന്നപ്പോഴാണ് അവിടുത്തെ ആംബിയൻസ് നല്ല അടിപൊളി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഷോപ്പ് ഞാൻ ഇതിന് മുമ്പും കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു കേക്കിൻ്റെ ഷോപ്പാണ്. ഇതിന് മുമ്പ് ഞാൻ ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ സിയാൻകുട്ടൻ്റെ ബർത്ത്ഡേക്ക് ഇവിടെ നിന്നാണ് കേക്ക് മേടിച്ചത് കേട്ടോ. അപ്പോൾ അന്ന് നമ്മളിങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു കേക്കാണ്. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പക്ഷേ ഈ പ്രാവശ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മേടിച്ച കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഷോപ്പ് വന്നിട്ട്, നല്ല ആംബിയൻസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുമായിരുന്നു, നമുക്ക് ഇവിടെ ഇന്ന് കട്ട് ചെയ്യാം, ഇനിയിപ്പോൾ വീട്ടിലോട്ടൊന്നും കൊണ്ടുപോയി കഴിഞ്ഞാൽ ലൈറ്റ് ഉണ്ടാവില്ല. കാരണം ഒരു 3 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ലൈറ്റ് ഭയങ്കര കുറവാട്ടോ വീട്ടിൽ. അപ്പോൾ പൊതുവേ ഞങ്ങൾക്ക് കേൾക്കുന്നൊരു കാര്യമാണ്, വീട്ടിൽ ലൈറ്റ് കുറവാണ്, ഒന്നും ക്ലിയർ അല്ല എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ വീടിൻ്റെ ഒരു അന്തരീക്ഷം അങ്ങനെ ആയതുകൊണ്ടാണ് ആ ലൈറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതേ ഇപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് വന്നിട്ട് ചോക്ലേറ്റ് ഒരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ. ചോക്ലേറ്റ് ടഫിൾ അല്ലാന്ന് തോന്നുന്നു, ഇതെന്താ എൻ്റെ പേരെന്ന് എനിക്ക് ആക്ച്വലി ശരിക്കും അറിഞ്ഞുകൂടാ കേട്ടോ. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും വീട്ടിലാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ആരും പറയരുത് അമ്മേനെ കൂട്ടിയില്ലല്ലോ, വീട്ടിൽ നിന്ന് കട്ട് ചെയ്തുകൂടെ എന്നൊന്നും ചോദിക്കരുത്. ലൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. എൽഡിൻ തന്നെ സജഷൻ പറഞ്ഞാണ് ഇവിടെ നല്ല ആംബിയൻസ് ആയതുകൊണ്ട്. പക്ഷെ അത് നല്ലൊരു പ്ലാൻ ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ, ഇവിടെ നിന്ന് കട്ട് ചെയ്ത്. അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് വീഡിയോ ഒക്കെ കിട്ടി, ഫോട്ടോസൊക്കെ എനിക്ക് എടുക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങളുടെ ഇതൊരു 6th വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഞങ്ങളുടെ. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും അടിച്ച് സ്നേഹിച്ചും അങ്ങനെ 6 വർഷം കടന്നു പോയിരിക്കുന്നു. അങ്ങനെ അതുപോലെ തന്നെ പലപ്പോഴും നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ്, ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ല എങ്ങോട്ടും ഇങ്ങോട്ടും, ഗോൾഡൻ ഡയമണ്ട് റിംഗ് ഒന്നും കൊടുത്തില്ലേന്ന് ചോദിക്കാറുണ്ട്. ഞങ്ങൾ പൊതുവേ ബർത്ത്ഡേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല ഡ്രസ്സോ എന്തെങ്കിലും നമുക്ക് ആ സമയത്ത് എന്താണോ അത്യാവശ്യമായിട്ട് വേണ്ടത് അതായിരിക്കും ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ചെയ്യാറുള്ളത് കേട്ടോ. അല്ലാതെ ആനിവേഴ്സറിക്ക് അങ്ങനെ ഗിഫ്റ്റ് ചെയ്യാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തിരുവോണം ദിനം വന്നേക്കാണ് നമ്മുടെ ഓണം സെലിബ്രേഷനും. അതും ഞാൻ ചെറിയ രീതിയിലാണ് എടുത്തത്. കാരണം നമ്മുടെ സിയാൻകുട്ടന് നല്ല പനിയായിരുന്നു കേട്ടോ. നല്ല പനിയും ചുമയൊക്കെ ആയിട്ട് അവനാകെ ഒരു മൂശാട്ടയായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ അവനെ സ്കൂളിൽ ഞാൻ ഇടിപ്പിച്ചത് ഓണം സെലിബ്രേഷന്. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചെയ്തൊന്നുമില്ല, ഞാൻ സാധാ നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ തന്നെയാണ് കേട്ടോ ഇട്ടത്. ഞാൻ ഓണത്തിനുള്ള ഡ്രസ്സോ അങ്ങനെയൊന്നും ഇട്ടില്ല. എനിക്ക് നല്ല മടിയായിരുന്നു അന്നത്തെ ഒരു സിയാൻ ഇന്ന് ഡ്രസ്സ് ഇടിപ്പിക്കാൻ തന്നെ ഞാൻ ഒരുപാട് പാടുപെട്ടു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം പാർസലാണ് മേടിച്ചത്, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പോൾ ആകെ എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണത്തിന് മാത്രമേ ഞങ്ങൾ വീട്ടിൽ ഫുഡ് വെച്ചിട്ട് അങ്ങനെ ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ എല്ലാം നമ്മൾ പുറമേ നിന്ന് ഇതേപോലെ തന്നെ പാർസൽ മേടിച്ചിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ആർക്കും വയ്യ ഒന്നാമത്തെ കാര്യം. വീട്ടിലധികം ആൾക്കാരില്ലല്ലോ, ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനും ആൾക്കാരില്ല. ഇപ്പോൾ ഒരുപാട് പേരൊക്കെ ഉള്ളവരാണെങ്കിൽ അവരെല്ലാവരും കൂടെ ഇതേപോലെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് ഉണ്ടാക്കാനൊക്കെ സഹായിക്കാം. അപ്പം നമ്മുടെ കേസിൽ അതൊന്നും പോസിബിൾ അല്ല. അപ്പോൾ ഇപ്പം എല്ലാവരും ഇതേപോലെ തന്നെ എളുപ്പപ്പണിയാണ് എല്ലാവരും നോക്കുന്നത്. അതാകുമ്പോഴേക്ക് കഴിച്ചിട്ട് എവിടെയും പോയി കിടന്നുറങ്ങാം. അല്ലെങ്കിൽ ഇതെല്ലാം അരിഞ്ഞ് ഉണ്ടാക്കിയൊക്കെ വരുമ്പോഴേക്കും കഴിക്കാനുള്ള ഒരു ഇതൊക്കെ പോകും, എവിടെയും കടന്നാൽ മതി എന്നുള്ളൊരവസ്ഥയാവും. അപ്പോൾ ഇതാകുമ്പോൾ കഴിച്ചിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം കേട്ടോ. അപ്പോൾ ഈ ഓണത്തിൻ്റെ വീഡിയോ ഒക്കെ ഇടാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. കാരണം എല്ലാം ചെറിയ ഷോർട്സ് ആയിട്ട് ഇങ്ങനെ എടുത്തേക്കുന്ന കാരണം ഇങ്ങനെ വീഡിയോ ആയിട്ട് ഇടാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം കൂടി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എല്ലാം കൂടി ഒന്ന് ക്ലബ് ചെയ്തിട്ടിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടോ. അല്ലാണ്ട് ഇപ്പോൾ പുതിയ വിശേഷമൊന്നും നമുക്കില്ല, അങ്ങനെ കാണിക്കാനായിട്ടൊന്നും നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഇല്ല. സ്ഥിരമുള്ള ഒരു പാറ്റേൺ ആയതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴേക്കും ഒരു ഡിഫറൻസ് വരുമല്ലോ വീഡിയോയിലിടുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഇട്ടത് കേട്ടോ.
കാരണം നമുക്കറിയാമല്ലോ വെഡ്ഡിങ് ആനിവേഴ്സറി 9-ാം തീയതി, തിരുവോണം വേറൊരു ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാം ഒരു ഡിഫറൻസ് വരട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എല്ലാം കൂടി ക്ലബ് ചെയ്ത് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് വ്യൂസ് കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ചാനൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റുമല്ലോ. അതേപോലെ തന്നെ ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ് ലോങ് വീഡിയോ, കുറച്ചും കൂടി വീഡിയോ ലെങ്ത്ത് കൂട്ടണം എന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട്. ഒരുപാട് ലെങ്ത്ത് ആയാലും ഭയങ്കര ബോറായിരിക്കും. കാരണം കാണാൻ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വളരെ ഷോർട്ടായിട്ട് ഇടുന്നത് കൊണ്ടാണ് കേട്ടോ. ചിലർ എൻ്റെ അടുത്ത് പറയും ഇപ്പോൾ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് പെട്ടെന്ന് തീർന്ന പോലെ തോന്നിയെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ചുമ്മാ വെറുതെ വലിച്ചു നീട്ടി കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇതായിട്ട് വീഡിയോ ഇടാത്തത് കേട്ടോ. എല്ലാം ഭയങ്കര ചുരുക്കമായിട്ട് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പം അതേ അങ്ങനെ നമ്മുടെ എള്ളിനും ചെയ്യാൻ കുറച്ച് ചുമ്മാ ഇങ്ങനെ നുള്ളു പോലെ ഇങ്ങനെ വറ്റായിട്ട് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ ആദ്യം തന്നെ കയറി അച്ചാറെടുത്ത് വായിലോട്ട് വെച്ച് അതോടെ ചുമ പിടിച്ചോടെ പിന്നെ അവനവിടെ നിർത്തി കേട്ടോ. അങ്ങനത്തെ എൻ്റെ കോസ്റ്റ്യൂം ഇതായിരുന്നു. വീട്ടിലിടുന്ന ഡ്രസ്സ് തന്നെയായിരുന്നു ഞാൻ എടുത്ത കേട്ടോ. എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. അന്നത്തെ ഒരു സിയാനെ ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവൻ ഒരിടത്തും നിൽക്കുന്നില്ല. അവനിങ്ങനെ ഓട്ടമായിരുന്നു. അപ്പോൾ വീണൊക്കെ പോയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്താട്ട് ഇതൊക്കെ. കിട്ടുന്നുണ്ടോ നോക്കണേ. ടാറ്റ കൊടുത്തേ, കൈ വീശി കൊടുത്തേ, കൈ വീശി ടാറ്റ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു. അപ്പോൾ ഇതേ പായസം കഴിക്കുന്ന ചടങ്ങിലോട്ടാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഗ്ലാസ്സിലാട്ടോ കുടിച്ചത്. എനിക്കിങ്ങനെ കഴിക്കാനായിട്ട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. പഴമൊക്കെ കൂട്ടി കഴിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. എനിക്ക് പായസമായിട്ട് തന്നെ കഴിക്കുന്നതാണ്. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നതല്ലോ. അപ്പോൾ അത് കാരണം എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. എള്ളിനും അങ്ങനെ തന്നെയാണ്, ഗ്ലാസ്സിലായിരുന്നു എള്ളും കഴിച്ചത് കേട്ടോ. അപ്പോൾ അമ്മയാണ് ഇങ്ങനെ ട്രഡീഷണൽ വേയിൽ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്താൽ കേട്ടോ. നമ്മൾ പൊതുവേ അങ്ങനെയാണല്ലോ കഴിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ അമ്മയുടെ വീഡിയോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാത്ത വേറൊന്നും കൊണ്ടല്ല. അമ്മയ്ക്ക് ഇങ്ങനെ വീഡിയോയിനകത്ത് വരുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് അമ്മേനെ വീഡിയോയിലൊന്നും കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.